ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് പുറത്ത് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിച്ചുവിന് ഞാൻ ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ഒക്കെ ചെയ്യാമെന്ന് വെച്ചു. അപ്പം മോയ്സ്ചറൈസറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒലയുടെ ക്രീമാണ് കേട്ടോ. പിന്നെ മോയ്സ്ചറൈസറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അപ്പം നിച്ചു ഞാൻ ചെയ്യണതൊക്കെ ചെയ്യാനായിട്ട് ചെറിയൊരു പഫ് പോലത്തെ സാധനം. പക്ഷെ ഞാൻ യൂസ് ചെയ്യാറില്ല, എനിക്ക് കൈ വെച്ചൊക്കെ ചെയ്യുന്നതാണ് ഇഷ്ടം. പിന്നെ ഞാൻ അത് എനിക്ക് തോന്നുന്നു ലാക്മീഡിയാണ് തോന്നുന്നു ഐസ് സ്റ്റിക്കാണിത്. പ്രൊഡക്റ്റുകളൊന്നും ഞാൻ വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് കണ്ണൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാൻ ലിപ് ബാം പറ്റുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഒരു ബ്ലൂബെറി ഫ്ലേവറുള്ള ലിപ് ബാമാണ്. ഞാൻ ക്യാമറ അങ്ങോട്ടേക്ക് മാറ്റി വെച്ചു. നിച്ചു ഞാൻ ചെയ്യണയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അവളായിട്ട് മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര രസമാണ്, അവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ ലിപ്സ്റ്റിക്ക് മാറ്റിൻ്റെ ലിപ്സ്റ്റിക്കാണ്, ഒരു റെഡിഷ് ഷെയ്ഡാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ ഇവിടെ ഉത്സവത്തിന് പോയപ്പോൾ വാങ്ങിച്ചതിന് കേട്ടോ ഈ സാധനം. ഇത് നിങ്ങളുടെ അടുത്തുണ്ടോ ഇങ്ങനെ കുറേ കളറുള്ള പൊട്ടൊക്കെ തൊടാൻ പറ്റുന്ന സാധനം? പിന്നെ ഞാൻ ചെറുതായിട്ടൊരു പൊട്ട് തൊട്ടു. പിന്നെ നിച്ചുവിന് ഒരിക്കലും ഒരു കഷ്ടപ്പാട് തന്നെയാണ്. അവൾക്ക് ഞാൻ യൂസ് ചെയ്യുന്ന ശ്രീധര്യത്തിൻ്റെ കൺമഷിയാണ് കേട്ടോ. അവൾ ഒരുക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആൾ അവിടെ നോക്കും ഇവിടെ നോക്കും. ഒരു പൊട്ടൊക്കെ തൊടിയിച്ചു, പിന്നെ സൈഡിലൊരു കണ്ണിട്ട് അയക്കാനൊരു സാധനം തൊടിയിച്ചു ഇരിക്കാനായിട്ട്. പിന്നെ പിരികെ എഴുതാൻ അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല, അവരൊട്ടും സമ്മതിക്കില്ല. പിന്നെ എന്തെങ്കിലും കളിപ്പാട്ടൊക്കെ കാണിച്ചിട്ടാണ് അവളെ പിരികൊക്കെ എഴുതിക്കണത്. പിന്നെ കുറേ ആൾക്ക് കരി എഴുതിക്കാറില്ല കേട്ടോ. കണ്ണിങ്ങനെ എഴുതിച്ചിട്ടേ ഇല്ല. 28ൻ്റെ സമയത്ത് അന്നൊരു അഞ്ജന എഴുതിക്കാനായിട്ട് അത് മുള്ളിടാതെ സാധാ വാല് പോലെ ഇട്ട് കൊടുത്തേ ഉള്ളൂ. കണ്ണ് ഞാൻ അവളെ എഴുതിച്ചിട്ടേ ഇല്ല. പിന്നെ ഇതൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് പൗഡർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നിച്ചുവിനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നിച്ചി എല്ലാം സെറ്റാണ്. നിച്ചിക്ക് നമ്മൾ കാലൊരു സോക്സ് കൊണ്ട് ഇട്ട് കൊടുക്കാനുള്ളൂ. അപ്പോൾ നിച്ചുവിനെ ഞാൻ മൊത്തം ഒന്ന് സെറ്റ് ചെയ്ത് ഇരുത്തി. പിന്നെ ഇപ്പം നിച്ചു ഞാൻ അവിടെ ഇരുന്നോളും. എനിക്കിനി മുടി ഞാൻ കുളി കഴിഞ്ഞ് വന്നിട്ടേ ഉണ്ടായുള്ളൂ. അപ്പം മുടി ഇതായിട്ടില്ല, ഉണങ്ങിയിട്ടില്ല. ഇനി മുടി ഉണക്കിയിട്ട് വേണം എനിക്ക് മുടിയൊന്നും കെട്ടാനുള്ളൂ. നമ്മൾ മേക്കപ്പൊക്കെ ചെയ്ത് റെഡി ആയിട്ട് ഇരിക്കണമല്ലോ. ചേട്ടൻ ഓൾറെഡി റെഡി ആയിട്ട് ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മൾ പുറത്ത് പോയിട്ടൊന്ന് ലഞ്ച് കഴിക്കുക, പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാം. വീക്കെൻഡാണ്, അപ്പോൾ വീക്കെൻഡായിട്ട് നമ്മുടെ പരിപാടി ഇതൊക്കെ തന്നെയാണ്. ഇപ്പോൾ സാറ്റർഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ സൺഡേ ഫുൾ വീട്ടിൽ തന്നെ ആയിരിക്കും. സാറ്റർഡേ നമ്മളൊന്ന് പുറത്തൊക്കെ പോയിട്ടൊന്ന് എൻജോയ് ചെയ്യലാണ് പതിവ്. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് ലിപ് ബാം ഒന്ന് ഇട്ട് കൊടുത്തു. സിന്ദൂരം തൊട്ടിട്ടുണ്ടായില്ല, അപ്പോൾ സിന്ദൂരം കൂടി ഒന്ന് തൊട്ട് കൊടുത്തു. മുടി ഒന്ന് അഴിച്ചിട്ടിട്ടോ, ഒന്ന് വെള്ളമൊക്കെ പോയിട്ട് വേണം ഉണങ്ങാൻ. എനിക്കിങ്ങനെ പെട്ടെന്ന് മുടി കുളിച്ചപാട് എനിക്ക് മുടി ഇരുന്ന് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പക്ഷെ എന്താ ചെയ്യുക, കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. നമ്മുടെ സെൽഫ് കെയറിന് അധികം ടൈമൊന്നും കിട്ടില്ല. പണ്ട് എനിക്കൊരുങ്ങാൻ എന്തോരം ടൈം വേണമായിരുന്നു. ഇപ്പം ഞാൻ പട ഒരുങ്ങും. നിച്ചുവിനൊരുക്കണം, നിച്ചുവിനുള്ള ഫുഡ് ഉണ്ടാക്കണം, നിച്ചുവിനൊരുക്കി മാറ്റണം, പിന്നെ ഞാനൊരുങ്ങണം. എല്ലാം ഇപ്പോൾ പടയാണ്. മുടിയൊക്കെ കെട്ടാൻ എനിക്ക് കുറേ ടൈം വേണമായിരുന്നു പണ്ട്. ഇപ്പോൾ എല്ലാം മാറി. ഇതൊക്കെയാണ്, പിള്ളേരായി കഴിഞ്ഞാൽ നമുക്കുടെ കാര്യം നോക്കാൻ അധികം ടൈം ഉണ്ടാവില്ല. അപ്പോൾ വാച്ച് ഇട്ടിട്ടുണ്ടായില്ല, വാച്ച് കൊണ്ടും കിട്ടി. മുടി ഇങ്ങനെ നമ്മൾ കെട്ടിവെച്ചു ഇങ്ങനെ അയച്ച. ഞാൻ എല്ലാം സെറ്റായി എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വാച്ച് ഇടുന്ന കാര്യം ഓർത്തത്. അപ്പോഴാണ് നമ്മുടെ വാച്ചൊക്കെ ഇട്ടത് കേട്ടോ. വാച്ച് കൊണ്ട് ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാം ഓക്കെ ആയി. അപ്പം ചേട്ടൻ ഇറങ്ങാനായിട്ട് എല്ലാ സാധനങ്ങളും കാറിക്കൊണ്ട് വെച്ചു. ഞങ്ങൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിച്ചു കാറിൽ പോകുമ്പോൾ ഉറങ്ങും. ഏകദേശം അവൾ ഉറങ്ങേണ്ട ടൈം ആയിട്ടുണ്ട്. വേഗം അവൾ ഉറങ്ങിക്കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോഴേക്കും നമുക്ക് ഫുഡ് കഴിക്കാം. എന്നിട്ട് വേണം നമുക്ക് കടയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ നിച്ചുവിനെ എങ്ങനെ വെച്ചുകൊണ്ട് ഉറക്കണം. ഞങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാലേ രക്ഷയുള്ളൂ. കാറിൽ വെച്ച് ഉറക്കി ആൾ എഴുന്നേറ്റിട്ട് അവൾക്കുള്ള ഫുഡും കൂടി നമുക്ക് കാറിൽ വെച്ച് കൊടുക്കണം. ഞാൻ ഫുഡൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് ബാഗിലാക്കി വെച്ചിട്ടുണ്ട്. അവളുടെ ഡൈപ്പർ ബാഗ് ഉണ്ടല്ലോ, ആ ബാഗ് ഭയങ്കര സൂപ്പറാണ് കേട്ടോ. അതിലെല്ലാം അറേഞ്ച് ചെയ്ത് നമുക്കിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കൊണ്ടുപോകാം. നമ്മൾ നിച്ചുവിന് നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളെ കാറിക്കെടുത്തി ഉറക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അവൾ കോട്ടുവായൊക്കെ ഇടുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അവളെ ക്യാമറയൊക്കെ പിടിക്കാനൊക്കെ നോക്കുന്നു. നമ്മൾ ജസ്റ്റ് പുറപ്പെട്ടിട്ടേ ഉള്ളൂ. എന്തായാലും നമുക്കൊരു 45 മിനിറ്റോളം വേണ്ടി വരും. ബ്ലോക്ക് ഉണ്ടെങ്കിൽ 45 മിനിറ്റ് മതിയാവും. അല്ലെങ്കിൽ നമ്മളൊരു 40-35 മിനിറ്റിനുള്ളിൽ അബുദാബി സിറ്റിയിൽ എത്തും കേട്ടോ. അപ്പോൾ എനിക്കൊന്ന് നമ്മൾ പോകുന്ന പാരീസ് കിച്ചണിലേക്കായിരിക്കും. എൻ്റെ റിവ്യൂ നല്ലതാണെന്ന് ചേട്ടൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടു. അപ്പോൾ നമ്മൾ പാരീസ് കിച്ചണിൽ പോയി ഫുഡ് കഴിച്ചിട്ട് പിന്നെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുള്ളൂ. അപ്പോൾ നിച്ചുവിനെ നമ്മളിങ്ങനെ ഒരു ചെറിയൊരു കുഷ്യൻ വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ കിടത്തിയാണ് അവളെ ഉറക്കുന്നത് കേട്ടോ. അവൾ അതിൽ കിടന്ന കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങിക്കോളും. ഇതാണ് അവളുടെ കാറിലുള്ള ബെഡെന്ന് പറയാം. അപ്പോൾ അവളെ ഞാൻ കിടത്തിയിട്ട് ഉറക്കുവാണ്. അവൾ ഉറങ്ങിപ്പോയിക്കോളും, പെട്ടെന്ന് തന്നെ ഉറങ്ങും. അവൾക്ക് കാറിൽ പോയാൽ പിന്നെ പെട്ടെന്ന് ഉറങ്ങിക്കോളും. അതും ഇപ്പോൾ അവൾ ഉറങ്ങേണ്ട സമയം കൂടി ആണെങ്കിൽ പിന്നെ വാശിയൊന്നും എടുക്കില്ല. ജസ്റ്റ് കാല് വെച്ചിങ്ങനെ ആട്ടിക്കൊടുത്താൽ അവൾ ഉറങ്ങും കേട്ടോ.
അതൊക്കെ അവളുടെ കാര്യത്തിൽ നല്ലതാണെങ്കിലും ചില സമയത്ത് അവൾക്ക് വാശിയുള്ളൂ. അല്ലെങ്കിൽ നീച്ചു നല്ല മിടിക്കും മോളാണ്. അപ്പോൾ നീച്ചു ഇങ്ങനെ പാവം കുട്ടിയെ പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഫോൺ കാണിച്ചു തരാവേ. നീച്ചു ഉറങ്ങാൻ കിടക്കുവാണ് നമ്മുടെ മോളൂട്ടി. അയ്യോ പാവം. അപ്പം ഞാനെന്താ ബാക്കിലിരിക്കണേന്ന് വെച്ചാൽ ഇവിടുത്തെ റൂൾ അനുസരിച്ച് കുട്ടിയായിട്ട് നമുക്ക് ഫ്രണ്ടിലിരിക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇപ്പോൾ പുതിയ റൂള് വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ അങ്ങനെയാണ്. നമുക്ക് കുട്ടിയായിട്ട് ഒട്ടും ഫ്രണ്ടിലിരിക്കാൻ പറ്റില്ല, ഫൈൻ കിട്ടും. അപ്പോൾ നമുക്ക് അമ്മയും കുട്ടിയും ബാക്കിലിരിക്കാനേ പറ്റുള്ളൂ. കുട്ടി തനിയെ ഒരു സീറ്റ് ബേബി സീറ്റിലിരിക്കുകയാണെങ്കിൽ കുട്ടീനെ ഇരുത്താം. അപ്പോൾ എനിക്ക് ഫ്രണ്ടിലിരിക്കുക. പക്ഷെ അവൾ ഇത്രയും ചെറിയ കുട്ടിയായതുകൊണ്ട് നമ്മളവളെ ഒറ്റയ്ക്ക് ഇരുത്താനൊന്നും ആയിട്ടില്ല. അവൾ ഒറ്റയ്ക്ക് ഇരിക്കും, പക്ഷേ അവൾ കരയുകയൊക്കെ ചെയ്യും. അപ്പം ഞാനും കൂടി ബാക്കിലിരിക്കുകയാണ്. അവൾ ഇനി കുറച്ചുകൂടി വലുതായാൽ മാത്രമേ എനിക്ക് ചേട്ടൻ്റെ കൂടെ ഫ്രണ്ടിലിരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ. അപ്പോൾ അവൾ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നീച്ചു ഉറങ്ങട്ടെ. ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയേ കാണാം കേട്ടോ. വാവ് 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 വാവ്. അങ്ങനെ നമ്മുടെ നിച്ചൂട്ടി എഴുന്നേറ്റിട്ടുണ്ട്. ഇനിയിപ്പോൾ നിച്ചൂട്ടിക്ക് ഫുഡ് കൊടുക്കണം. ഞാൻ അവൾക്ക് ചോറൊക്കെയാണ് കേട്ടോ. ചോറും ക്യാരറ്റ് റൈസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് ഇനിയിപ്പോൾ നിച്ചുവിന് കൊടുക്കണം. നമ്മൾ എത്തണേക്ക് മുമ്പ് അവൾ എഴുന്നേറ്റിട്ടു. ഇനി എവിടെയെങ്കിലും പാർക്കിംഗ് കിട്ടിയിട്ട് വേണം നിച്ചുവിന് ഫുഡ് കൊടുത്തിട്ട് വേണം നമുക്ക് പോയിട്ട് ഫുഡ് കഴിക്കാൻ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാരീസ് കിച്ചൺ എന്ന് പറഞ്ഞാൽ അബുദാബിയിലുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. നിച്ചു ഇങ്ങനെ ഒന്ന് കാറിൽ വെച്ച് കൊടുത്ത് അവൾ കഴിക്കും. അവൾ കഴിക്കാതെ ഒന്നും ഇരിക്കില്ല. അപ്പോൾ അവൾ എഴുന്നേറ്റു. ഇപ്പം നല്ല മൂഡായിരിക്കും. അപ്പം വേഗം തന്നെ ഫുഡ് കൊടുത്താൽ വാശിയില്ലാതെ അവൾ ഫുഡ് കഴിച്ചോളും. ഇതാണ് കേട്ടോ പാരീസ് കിച്ചൺ. നല്ല ആംബിയൻസ് ഉള്ള ഒരു പ്ലേസ് ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. നല്ല റെസ്റ്റോറൻ്റ് ആയിരുന്നു, നല്ല നീറ്റ്നെസ് ഉണ്ടായിരുന്നു. എല്ലാം കൂടെ അവിടുത്തെ ഫുഡും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരുപാട് വെയിറ്റിംഗ് ടൈമൊന്നും ഉണ്ടായില്ല കേട്ടോ. പറഞ്ഞപ്പോൾ തന്നെ അവർ പെട്ടെന്ന് തന്നെ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്ത് കൊണ്ടുതരികയായിരുന്നു. പിന്നെ ഞാനും നിച്ചുകൂടി കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എടുത്തൊരു ചെറിയ ക്ലിപ്സാണിത്. നിച്ചു വലിയ വാശിയൊന്നും ഉണ്ടായില്ല. അവൾക്ക് ഫുഡൊക്കെ കാറിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൾ ഇത്തിരി ഉഷാറൊക്കെ ആയി. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഫുഡ് കഴിക്കാനേക്കാൾ സമീപിച്ചു കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഇവിടെയും വെയിറ്റിംഗ് ടൈം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് പോകാൻ പറ്റി. ഞങ്ങൾ സാധാ ഒരു മീൽസാണ് ഓർഡർ ചെയ്തത്. കൂടെ ഒരു ഫിഷ് ഫ്രൈയും കൂടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു കേട്ടോ നമ്മുടെ മീൽസ്. ഞാൻ ഫോട്ടോ ആഡ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ കസ്റ്റമർ സർവീസും വളരെ നല്ലതായിരുന്നു കേട്ടോ. നമ്മളോട് വന്നിട്ട് ഇനി എന്തെങ്കിലും വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഫുഡ്. പിന്നെ ഇത്തിരി ഇതായിട്ട് തോന്നുന്നത് ഫിഷ് ഫ്രൈ ആയിരുന്നു. പുറമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ഉള്ളിലേക്ക് കുറച്ച് മസാലയൊക്കെ പിടിക്കാത്ത പോലെ തോന്നി. പക്ഷേ അത്രയ്ക്ക് ബോറൊന്നുമല്ല, നല്ല തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് വന്ന എല്ലാവർക്കും പായസം കൊടുക്കും കേട്ടോ. അത് എല്ലാ റെസ്റ്റോറൻറ്റിലും ഉണ്ട്, പായസം കിട്ടും നമുക്ക്. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരുവാണ്. അതിന് മുമ്പ് നമ്മൾ കുറച്ച് പച്ചക്കറിയും സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് വാങ്ങിച്ചിരുന്നു. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ വീട്ടിൽ വന്നിട്ട് അച്ഛനും മോളും കൂടി ഇവിടെ ഭയങ്കര കളിയാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ, സീ യു.